നമസ്കാരം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തതോടെ ഫിലിം ചേംബറിനും താരസംഘടനയായ അമ്മയ്ക്കും ആശ്വാസമാവുകയാണ്. നടനെ നിലവിൽ സാഹചര്യത്തിൽ ഒരു കൊല്ലത്തേക്ക് സംഘടനകൾ വിലക്കിയേക്കും. തിങ്കളാഴ്ച തീരുമാനം പ്രഖ്യാപിക്കും. മയക്കുമരുന്ന് ഇടപാടുകാരൻ ഷജീറുമായി 20,000 രൂപയുടെ പണമിടപാട് നടത്തിയതാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായക ഘടകം. കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ ദിവസവും പണമിടപാട് നടന്നു. ഇതിന്റെ രേഖകൾ കാട്ടിയുള്ള ചോദ്യം ചെയ്യലാണ് നിർണായകമായത്. സിനിമാ സെറ്റിൽ നടൻ മോശമായി പെരുമാറിയെന്ന പരാതി ഫിലിം ചേംബറിനും അമ്മയ്ക്കും കിട്ടിയിരുന്നു. എന്നാൽ പിന്നീട് വിൻസി അലോഷ്യസ് പരാതിയുമായി സഹകരിക്കില്ലെന്നും പറഞ്ഞു. ഇതോടെ എങ്ങനെ നടനെതിരെ നടപടിയെടുക്കുമെന്ന ചോദ്യം സംഘടനകൾക്ക് മുന്നിലെത്തി. ഇതിനിടെയാണ് നിർണായകമായ അറസ്റ്റ് പോലീസ് നടത്തിയത്. ഇതോടെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ സിനിമയിൽ നിന്നും നടനെ വിലക്കാൻ സംഘടനകൾക്ക് കഴിയുന്ന സാഹചര്യവും വന്നു. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളും കടുത്ത നടപടി സ്വീകരിക്കുമെന്നും നിലപാടെടുത്തിരുന്നു. ഷൈന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും നടപടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫിലിം ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അമ്മ എന്നീ സംഘടനകൾക്കാണ് നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുള്ളത്. പരാതി അന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ അമ്മ നിയോഗിച്ചിരുന്നു. നടനെതിരെ കടുത്ത നടപടിയെന്ന് ഫിലിം ചേംബറും വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് പരാതിയുമായി ഇനി സഹകരിക്കില്ലെന്ന് വിൻസി നിലപാടെടുത്തത്. ഇതോടെ നടനെതിരെ വിശദീകരണം ചോദിക്കാൻ മാത്രമേ കഴിയൂവെന്ന നിലപാടിൽ സംഘടനകളെത്തി. ഇത് നാണക്കേടുണ്ടാക്കുമെന്നും വിലയിരുത്തലായി. ഇതിനിടെയാണ് പോലീസ് ലഹരിക്കേസിൽ ഷൈനെ പ്രതിയാക്കുന്നത്. ഷൈന്റെ തലമുടിയും നഖവും അടക്കം പരിശോധിക്കും. ഇതോടെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള സാഹചര്യം സംഘടനകൾക്കും ഒരുങ്ങുകയാണ്. ഇനി ഷൈനെ വിലക്കാൻ സംഘടനകൾക്ക് കഴിയും. ലഹരിക്കെതിരെ ശക്തമായ നടപടിയുടെ ഭാഗമായി ഇതിനെ വ്യാഖ്യാനിക്കാനും കഴിയും. താൻ പരാതി കൊടുത്തപ്പോൾ സംഘടനകളോടും വ്യക്തികളോടും പറഞ്ഞിരുന്ന കാര്യം കേൾക്കാതിരുന്നത് ഫിലിം ചേംബർ മാത്രമാണ്. അതിന് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന് വിശ്വാസമില്ല. ഫിലിം ചേംബറിന്റെ ഐസിക്ക് നൽകിയ പരാതി പിൻവലിക്കാൻ തയ്യാറാണെന്നുമുള്ള നടി വിൻസി അലോഷ്യസിന്റെ പ്രതികരണം സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു 100 വട്ടം എന്നോട് സംസാരിച്ചവരോടും സംഘടനകളോടും ഈ വ്യക്തിയുടെ പേര് പുറത്തു വരുതെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം? ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ പരാതി സമർപ്പിച്ചതെന്ന കുറ്റബോധമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ പരാതി പിൻവലിക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഫിലിം ചേംബറിന് സമർപ്പിച്ച പരാതി. ബാക്കി 2 സംഘടനകൾക്കും പരാതി അയച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സിനും അയക്കും. ഈ 2 സംഘടനകളെയും റെസ്പെക്ട് ചെയ്യുന്നു. അതിൽ അമ്മയും ഉൾപ്പെടുന്നുണ്ട്. ഈ പേര് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഫിലിം ചേംബറിൽ നിന്നുമാണ് ആ പേര് പുറത്തു വന്നിരിക്കുന്നതെന്ന് വിൻസി അലോഷ്യസ് പ്രതികരിച്ചു. ഇതോടെ ഷൈനെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്ന ചോദ്യം സജീവമായിരുന്നു. ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റസമ്മത മൊഴിയിലാണ്. ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസെടുത്തത്. NTPS ആക്ട് 27-29 വകുപ്പുകൾ ചുമത്തി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 4 മണിക്കൂർ പിന്നിട്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റും രേഖപ്പെടുത്തിയത്. ലഹരി ഇടപാടുകാരൻ ഷജീറിനെ അറിയാമെന്നും ഷൈനിനെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കേണ്ടി വന്നു. ഷജീറിനെ തേടി ഹോട്ടലിൽ പോലീസ് എത്തിയപ്പോഴാണ് ഷൈൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടത്. ഡാൻസ് ഓഫ് സംഘം ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇറങ്ങി ഓടുകയായിരുന്നെന്നാണ് ഷൈൻ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ പതറുകയായിരുന്നു. ഒടുവിൽ ഷജീറുമായുള്ള ബന്ധം സമ്മതിക്കേണ്ടിയും വന്നു. ഷൈൻ്റെ വാട്സ്ആപ്പ് ചാറ്റും കോളുകളും ഗൂഗിൾ പേ അക്കൗണ്ടും പരിശോധിച്ചാണ് പോലീസ് വഴിവിട്ട ഇടപെടലുകൾ ഉറപ്പിച്ചത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷൈൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഷൈനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ വിൻസി അലോഷ്യസ് സഹകരിച്ചില്ലെങ്കിലും സാധിക്കുമെന്ന ആശ്വാസത്തിലാണ് സിനിമാ സംഘടനകൾ.